ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്ന് നമുക്കൊരു കസ്റ്റമൈസേഷൻ കാണാം. ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഡ്രസ്സിലായിട്ട് കാണാം കേട്ടോ. ഈ ഈദിന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു ഇത്. നമ്മുടെ ഒരു ഡ്രസ്സിൽ കസ്റ്റമൈസ്ഡ് ഈദ് ഗിഫ്റ്റാണ്. ഒരു 9 month ഓൾഡ് ആയിട്ടുള്ള ഒരു ഗേൾ ബേബിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തരുന്നല്ലോ ഒരു പിങ്ക് ഡ്രസ്സ്, അതാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ക്യാൻവാസ്. അതിലോട്ടേക്ക് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് സ്റ്റിക്കർ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലിറ്റർ പിങ്ക് ഷെയ്ഡിലുള്ള അയണോണിലാണ് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ടിങ്ങിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓരോന്നായിട്ട് വീഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അയണോണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഇതാ കട്ടിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഫ്രോക്കാണ്. അതിലോട്ടേക്ക് ഈ ഒരു കട്ട് ചെയ്ത പീസ് ഞാൻ ഇതാ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈസി പ്രസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഹീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഒരു പ്രിൻറ്റ് ഈ ഡ്രസ്സിലോട്ടേക്ക് ഇംപ്ലിമെൻ്റ് ആയിക്കോളും, അത് പെർമനൻ്റ് ആയിട്ട് നിന്നോളും കേട്ടോ. അപ്പോൾ ഈ ഒരു ഈസി പ്രസ് മിനി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കവർ ഇതാ അതുപോലെ പീൽ ചെയ്തെടുക്കാം. ഇതാ നമ്മളുടെ കസ്റ്റമൈസേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെർമനൻ്റ് ആണ്, എത്ര വാഷ് ചെയ്താലൊന്നും പോവില്ല കേട്ടോ. ഈ ഒരു ഗ്ലിറ്റർ പിങ്കിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്തെടുക്കണം. അജ്മാനിലോട്ടേക്കാണ് ഡെലിവറി ഉള്ളത്, നമുക്ക് കൊറിയറാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഡ്രസ്സ് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാനിതാ നല്ല രീതിയിലൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. ഡ്രസ്സിൻ്റെ പേര് മുകളിലായിട്ട് കാണുന്ന രീതിയിൽ ഡ്രസ്സൊന്ന് മടക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ടൈ ചെയ്തെടുക്കാം. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമൈസ്ഡ് ഡ്രസ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റും ഒരു ഈദ് കാർഡും ഇതൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ മോളായതുകൊണ്ട് തന്നെ കുറച്ച് ക്യൂട്ട്നെസ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ബാഗിലൂടെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ടൈയൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചോക്ലേറ്റ് കിറ്റ്കാറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു 4 കിറ്റ്കാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്തെടുക്കാം. അതും ഇതായി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഈദിന് ചെയ്തിട്ടുള്ള വർക്കാണ്. കുറച്ച് തിരക്കുകൾ കാരണമാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ബാഗിലോട്ടേക്ക് ഞാൻ ഡ്രസ്സും പിന്നെ അതുപോലെ ചോക്ലേറ്റും ഒക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഒരു ചെറിയ ഈദ് കാർഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഹാമ്പർ ഇതാ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു ഐഡിയ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 വിന്നേഴ്സ് മാത്രമായിരുന്നു ഗിഫ്റ്റ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഇനിയും 2 വിന്നേഴ്സ് റിമൈനിങ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗിഫ്റ്റ് ക്ലെയിം ചെയ്യുക. ഗിവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഞാൻ ഇതിൽ ലിങ്ക് എങ്ങാനും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളാണ് വിന്നറെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.